ഒരുവിധ സാധനങ്ങളൊക്കെ ഒപ്പിച്ച് മനസ്സം ഇപ്പൊ എന്തൊക്കെയായി പൗഡർ ആയി ടർക്കിയായി തൊട്ടി തുണിയായി തൊട്ടി കയറുമായി ഇനി നമുക്ക് ഒരു തൊട്ടിപ്പാത്രം കൂടിയും കിട്ടിയ ആസ്പത്രിക്കാണ് പോയാൽ മതി. തലച്ചോറ് നായിന്നാ പിന്നെ പറഞ്ഞിട്ട് കാര്യണ്ടോ? എന്തേ കാട്ടണേ എന്താണ് ഇവിടെ പ്രശ്നം? എന്റെ തന്നെയാണ് ഇവിടെ പ്രശ്നം. അല്ല ഞമ്മളിപ്പോ കുഞ്ഞുമൂന്റെ അടുത്തൊന്നും പോണില്ലേ? പോകാനല്ലേ ഈ സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. കുട്ടിക്ക് തൊട്ടിലെട്ടാരാണോലോ ഊരിക്കെട്ടണ കയറി കേട്ടോക്കെ പപ്പാന്റെ പുള്ളിത്തുണി കണ്ടില്ലേ? എന്റെ കുൽസുന്റെ ടർക്കി ഓക്കൊന്നും വേണ്ട. ഇന്റെ പൗഡറും ഞാൻ ഔക്രൂനോട് ഇതൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ പോണത് കൊമ്പങ്കാട്ട് തറവാട്ടിന്റെ മോശത്തരല്ലേ? ഒരു മോശത്തരൂല്ല. ഇതേ മാർഗത്തെ തൊട്ടിലിട്ട് ആട്ടിട്ടാണ് അന്നക്ക് ഈ വലിപ്പം ഞാൻ ആക്കിയിട്ടുണ്ട്. അതെനിക്കറിയോ? അതുകൊണ്ട് തന്നെയാണ് എന്റെ കുഞ്ഞാപ്പ് തല തിരിഞ്ഞാട്ട് പോയിക്കണേ. എങ്ങനെ ഇതന്നല്ലേ ഓനെ തൊട്ടിൽ മട്ടാണ്ട് ഒറ്റട്ടി അതിന് പുറത്തേക്ക് ഇറങ്ങലുണ്ടോ? ഓന്റെ തലമ എപ്പോഴും തൂക്കിച്ചേച്ച് ഇങ്ങനെ നടക്കലല്ലേ? ഞാൻ എന്താ കാട്ടണ്ടേ? കുഞ്ഞുമൂർക്ക് കൊണ്ടേ കൊടുക്കാതെ തൊട്ടിയൊക്കെ കെട്ടിക്കാണ്ട് ഇതിമ ഞാൻ തന്നെ കാട്ടുന്ന ഇങ്ങനെ ആടേ. ഇപ്പൊ നിങ്ങൾ ആ പിസ്കഥറൊന്ന് നിർത്തി. നമ്മൾ പോണ ഹോസ്പിറ്റലിൽ നേരെ മുന്നിലുണ്ട് ട്വിൻസ് ബി എന്നൊരു പുതിയ കട തുറന്നിക്കണേ. നമ്മൾ പ്രസവിക്കാൻ അഡ്മിറ്റ് ആയത് മുതൽ കുട്ടിക്ക് ഒരു വയസ്സാവുന്നത് വരെയുള്ള എല്ലാ സാധനങ്ങളും അമ്മക്കും കുഞ്ഞിനുള്ള എല്ലാതും അവിടെ കിട്ടും. ഇങ്ങനെ കിട്ടുന്ന കട ഉണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞൂടെ? മനുഷ്യൻ വെറുതെ ആ മൂരിന്റെ കൗത്തുന്ന കയറ അയച്ചിക്കാണ്ട് ഒരു ഊരാൻ കൊടുത്ത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഞാൻ.